നടൻ ഷൈൻ ടോം ചാക്കോ പ്രതിയായ ലഹരി കേസിൽ കൂടുതൽ ആളുകളുടെ മൊഴിയെടുക്കാൻ പോലീസ് തയ്യാറെടുക്കുന്നു. ഷൈനെ ബൈക്കിൽ മറ്റൊരു ഹോട്ടലിൽ എത്തിച്ച യുവാവിൻ്റെ അടക്കം മൊഴിയെടുക്കും. ഷൈൻ ലഹരി ഉപയോഗിക്കുമെന്ന് സമ്മതിച്ചെങ്കിലും ശാസ്ത്രീയ പരിശോധനാ ഫലം വന്ന ശേഷമേ കൂടുതൽ വകുപ്പ് ചുമത്തുന്നതിൽ തീരുമാനമെടുക്കാൻ കഴിയൂ. നടി വിൻസി അലോഷ്യസിൻ്റെ പരാതിയിൽ സൂത്രവാക്യം സിനിമയുടെ ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റിയുടെ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. വിഷ്ണു സുരേഷ് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. കൂടുതൽ വിശദാംശങ്ങൾ, അതിൻ്റെ ഈ കേസിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ്? എസ്കെൻ, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഈ കേസിന്റെ അന്വേഷണ പുരോഗതി വിലയിരുത്താൻ കമ്മീഷണറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് ഷൈനെ നിലവിൽ പെട്ടെന്ന് വിളിച്ചു വരുത്തേണ്ടതില്ല, കുറച്ചുകൂടി തെളിവുകൾ സമാഹരിച്ച ശേഷം ഷൈനെ വിളിച്ച് ചോദ്യം ചെയ്താൽ മതിയെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതിന് മുന്നോടിയായാണ് ഈ ഷൈനുമായി അന്നത്തെ ദിവസം ബന്ധപ്പെട്ടിരുന്ന ആളുകളുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ആ ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്ന ആളുകൾ, അതോടൊപ്പം ഷൈനെ അന്ന് അവിടെ വന്ന് കണ്ട ആളുകളുണ്ട്. ഒപ്പം ഈ ഹോട്ടലിൽ നിന്ന് രാത്രി ഡാൻസ് ഓഫ് പരിശോധനയ്ക്ക് ഓടി രക്ഷപ്പെട്ടപ്പോൾ ഷൈൻ ഒരു ബൈക്കിൽ കയറിയാണ് മറ്റൊരു ബോൾഗാട്ടിലുള്ള ഒരു ഹോട്ടലിലേക്ക് പോയത്. അപ്പോൾ ആ ബൈക്ക് യാത്രക്കാരനടക്കമുള്ള ആളുകളുടെ മൊഴി രേഖപ്പെടുത്തും. ഇയാളുടെ സാമ്പത്തിക ഇടപാട് പരിശോധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് ഈ 500 രൂപ മുതൽ 5000 രൂപ വരെ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിലാണ് പോലീസിന് ചില സംശയങ്ങളുള്ളത്. ഇത് ഏതെങ്കിലും തരത്തിൽ ലഹരി ഇടപാടിന് വേണ്ടി നൽകിയതാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അത്തരത്തിൽ ഇടപാടുകൾ നടത്തിയിട്ടുള്ള ആളുകളുടെ മൊഴി രേഖപ്പെടുത്തും. ഒപ്പം ഇതിൽ നിർണായകമായി വരിക ഈ ശാസ്ത്രീയ പരിശോധനാ ഫലമാണ്. അതിനൊരു 3 മാസം സമയമെടുക്കുമെന്നാണ് പോലീസിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരം. അത് ആ കാലഘട്ടത്തിൽ പരമാവധി മൊഴികളൊക്കെ ശേഖരിച്ച് ഒരു ശക്തമായ കുറ്റപത്രം നൽകാനാണ് പോലീസ് ആലോചിക്കുന്നത്. അതല്ല എങ്കിൽ നേരത്തെ കൊക്കൈൻ കേസിൽ ഇറങ്ങിപ്പോകുന്നത് പോലെ ഷൈന് പെട്ടെന്ന് ഇറങ്ങിപ്പോവുകയും അത് പോലീസിന് വലിയ നാണക്കേട് ഉണ്ടാക്കുകയും ചെയ്തു. അതുകൊണ്ട് പരമാവധി തെളിവുകൾ സമാഹരിച്ച് ഒരു കുറ്റപത്രം സമർപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. അതിൻ്റെ ഭാഗമായാണ് ഈ മൊഴിയെടുപ്പ്. മറ്റൊന്ന്, ഇന്നലെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഷൈനെതിരെയുള്ള നടപടികളുടെ കാര്യത്തിൽ ഒരാലോചന പുരോഗമിച്ചു വരികയാണ്. ഇന്നലെ സൂത്രവാക്യത്തിൻ്റെ ICC ചേർന്നിരുന്നു. ഷൈനും വിൻസിയും അവിടെ എത്തി മൊഴി നൽകിയിരുന്നു. അതൊരു ഒത്തുതീർപ്പിലേക്കൊക്കെ പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലൊരു അന്തിമ തീരുമാനമെടുക്കേണ്ടത് ICC ആണ്. ICC എടുക്കുന്ന തീരുമാനം അത് ഫിലിം ചേംബറിൻ്റെ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് നൽകും. ഇതിനോടകം തന്നെ വനിതാ ശിശു വകുപ്പും ആ വിഷയത്തിൽ വിശദീകരണം ഫിലിം ചേംബറിനോട് ചോദിച്ചിട്ടുണ്ട്. SK. താങ്ക് യു വിഷ്ണു സുരേഷ്.